ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കസ്റ്റേർഡ് ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാംഗോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള റോബസ്റ്റ പഴമാണ്, അല്ലെങ്കിൽ ചെറുപഴം എടുത്താലും മതിയാവും. അല്ലെങ്കിൽ നേന്ത്രപ്പഴമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ആപ്പിള് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് അനാറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് നെസ്ലയുടെ ക്രീമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബനാന ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ ഏത് ഫ്ലേവർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബനാന ഫ്ലേവർ ആണ്. അപ്പോൾ ഈ ഒരു ടിന്നിലുള്ളത് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കസ്റ്റാർഡ് വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്രീം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൂട്ട്സിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഞാൻ ഇതിൽ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു ക്രീമിൽ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ കുറച്ച് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതിന്റെ കൂടെ തന്നെ വാനില ഐസ്ക്രീമും വെച്ചിട്ട് സെർവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ ആണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ തരാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്